ഹലോ, ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്വാമിക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വ്രതവും നോയമ്പൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വാമിക്കഞ്ഞിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്. നമ്മളിവിടെ ഒരു 250 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പച്ചരിയിലാണ് നമ്മൾ സ്വാമിക്കഞ്ഞി തയ്യാറാക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർക്കണം. ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 7 ബീൻസുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും നല്ല ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയും കൂടി ചെയ്യണം. പച്ചരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം പച്ചരിയാണിത്. പച്ചരിയിൽ തയ്യാറാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് പച്ചരി തന്നെ എടുത്തിട്ടുള്ളത്. ഇനി സ്വാമിക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് നമ്മളിന്ന് കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത്. വെള്ളമെല്ലാം പറ്റി നന്നായിട്ടൊന്ന് ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഉരുകി വരണം. നെയ്യ് ഉരുകി നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകം ആദ്യമേ നെയ്യിലൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കഞ്ഞിക്ക് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 7 വെളുത്തുള്ളി നടുവേ കഷ്ണങ്ങളാക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഒരു 10 ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2ആയിട്ട് മുറിച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറിവേപ്പില. ഇത്ര ആദ്യം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഇതൊന്ന് ഉടയുന്ന പാകമായാൽ മാത്രം മതി. ഉള്ളിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. പാകത്തിനുള്ള ഉപ്പ് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടും കിട്ടും. വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വഴണ്ട് ഒന്ന് ഉടയുന്ന പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ വെന്ത് വരുന്നതാണ് പച്ചരി, അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ലിറ്റർ വെള്ളം എന്തായാലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ പച്ചരി എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുന്നതനുസരിച്ച് നല്ലപോലെ വെന്ത് നമ്മുടെ പച്ചരി കുറുകി വന്നോളും. ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മൂടിയൊന്നും വെക്കുന്നില്ല, കാരണം തിളച്ച് പോകും. തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറുതായിട്ട് പതയൊക്കെ പൊങ്ങി വരും. അതുകൊണ്ട് മൂടി വെക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ അരി വേവുന്നതനുസരിച്ച് നമ്മൾ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് ചുവട്ടി പിടിക്കും. അതുകൊണ്ട് അരി വേവുന്നതനുസരിച്ച് നമ്മൾ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി നമ്മുടെ പച്ചരി നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അരി നന്നായിട്ടൊന്ന് വെന്ത് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലും കൂടി ചേർത്താലാണ് ഈ കഞ്ഞി പൂർണ്ണമാവുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു കറിയും വേണ്ട ഇതിന്, കഞ്ഞി മാത്രമായിട്ട് കുടിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. വേണമെങ്കിൽ ഒരു പപ്പടമൊക്കെ വേണമെങ്കിൽ കൂട്ടാമെന്നേ ഉള്ളൂ. എന്നാലും ആ കഞ്ഞിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഒന്നും കൂട്ടാതെ ഈ കഞ്ഞി മാത്രം കഴിച്ചാലാണ് അതിൻ്റെ രുചി അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മണ്ഡലകാലമൊക്കെയാണ്, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് ആർക്ക് വേണേലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരങ്ങളിലോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു കഞ്ഞിയാണിത്. ശരിക്കും ഒരു പോഷകാഹാരമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടായത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വാമിക്കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അടിപൊളി ഒരു കഞ്ഞിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടമായി പോകും. എല്ലാവരും ഇതിൻ്റെ രുചി ഒരിക്കലെങ്കിലും ഒന്ന് അറിയാനായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. താങ്ക്